സുഹൃത്തുക്കളെ, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ അമ്മയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, പണ്ട് ഞാൻ AMM എന്നാണ് പറയാറ്, ഇനി അമ്മ എന്ന് പറയും എന്ന് പറഞ്ഞിരുന്നു. അമ്മയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളും അത് ചരിത്രപരമായിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അതിലെ അംഗങ്ങൾ അവരുടെ വോട്ടെടുപ്പിലൂടെ നീങ്ങിയും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ശ്വേതാ മേനോൻ വരുന്നു, കുക്കു പരമേശ്വരൻ വരുന്നു, അൻസിബ ഹസൻ വരുന്നു, അങ്ങനെ ഉള്ള ഒരുപാട് പേര്, ഒരുപാട് വനിതകൾ ആ രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. വേറൊന്നും ശ്രദ്ധിക്കപ്പെടേണ്ടത് എക്സിക്യൂട്ടീവിലേക്കുള്ള ജോയ് മാത്യു ഉൾപ്പെടെയുള്ളവരുടെ വിജയം. ജോയ് മാത്യുവിന് അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ സിനിമയിൽ നിന്ന് ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരു അപ്രഖ്യാപിത വിലക്ക്, അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. പാർവതി തിരുവോത്തിനെ പോലെയുള്ള നടിയെ പോലെ തന്നെ ജോയ് മാത്യു. എന്തായിരുന്നാലും ഈ തോറ്റ ദേവൻ പറഞ്ഞത് സ്ത്രീകൾ മത്സരിച്ച് ജയിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ മത്സരിച്ചതെന്ന്. എന്തിട്ട് വർത്താനായി പറയണേ, എനിക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് പോകാനുണ്ട്. നടി ഉഷയെക്കുറിച്ച് പറയാനുണ്ട്. അതേപോലെ തന്നെ ഒരു ഇടവേള ബാബുവിനെ എതിരായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാബുരാജിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതുണ്ട്, ഒക്കെ ഉണ്ട്. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യം ദേവൻ ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖം ഞാൻ കേൾപ്പിച്ചു തരാം. ദിലീപിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ദിലീപിനെ കേൾക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അയാളുടെ നന്മകളെ നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ കുറ്റം ഇതുവരെ തെളിയിച്ചിട്ടില്ല. എന്റെ ചോദ്യം എന്താ അറിയോ, ദിലീപിന്റെ ഈ കാര്യത്തില് ദിലീപിന് എതിരായിട്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ 8 വർഷം? അതിന്റെ അർത്ഥം ഈ പോലീസിനോ അതിന് കൺസേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ദിലീപിന് എതിരായിട്ടുള്ള എവിഡൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ലേ? ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ സമയത്ത്, കാരണം ദിലീപ് ഒരുപാട് ഈ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല പുറത്തു നിന്ന ആൾക്കാർക്കും മാസം മാസം സഹായിക്കുന്ന ഒരാളാണ്. എല്ലാ ഉന്നതികളും ഇയാളുടെ പണം ഓരോ വീടുകളിൽ എത്തിക്കുന്നത്. അത് ഇദ്ദേഹം ഈ ജയിലിനകത്ത് പോയതിനു ശേഷവും തുടർന്നുകൊണ്ട് പോയി. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഇത് മുടക്കം വരരുത്, ഞാൻ ജയിലിരുന്നാലും പുറത്തിരുന്നാലും ഇത് കറക്റ്റായിട്ട് എത്തണമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് അത് സാധിക്കും? അപ്പൊ അയാളുടെ നന്മ നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കുന്നില്ല എന്നാണ്. അതെന്താ വെച്ചാൽ അത് മീഡിയയും അത് മനസ്സിലാക്കുന്നില്ല, പ്രേക്ഷകരും മനസ്സിലാക്കുന്നില്ല. അത് ഒരു വേദനയുണ്ട്. അപ്പൊ വെച്ചാല് ദിലീപ് ഞാൻ വരില്ല എന്ന് പറയുന്നുള്ള റീസൺ അതാണ്. എന്നെ മനസ്സിലാക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്തിനാ വരണേ? അയാളുടെ വേദന BJPക്കാർ മുഴുവൻ, ഇവിടുത്തെ KJPക്കാർ മുഴുവൻ ഈ ദിലീപ് പേട്ടനെ കൊണ്ട് നടക്കുക. മുൻ DGP ആയിരുന്ന ശ്രീലേഖ പേട്ടൻ ജയിലിൽ പായിൽ കിടക്കുന്നത് കണ്ടു, മനസ്സറിഞ്ഞു. അങ്ങനെ അയാൾക്ക് കിടക്കാനുള്ള വേറെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. എല്ലാവരും ഇങ്ങനത്തെ കേസിൽ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാനും പായൽ കിടന്നിട്ടില്ല സബ് ജയിലിൽ ഒരാഴ്ചയോളം, മഞ്ചേരി സബ് ജയിലിൽ. പിന്നെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, കേസ് കാഷ് ചെയ്തു പോയി. ഇതൊക്കെ സംഭവിക്കുന്ന അയാളുടെ വേദന. അപ്പൊ ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ വേദനയെക്കുറിച്ച് പരമനാളിക്ക് ഒരു ബോധ്യമില്ലേ? ഇവനും KJPയിലപ്പം ഇവ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി. ഇപ്പൊ BJP പോയിരിക്കുക. ശ്രീലേഖയും BJPക്കാ പോയത്. പേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവരും BJPക്കാരാ. എന്താ BJPക്ക് കുഴപ്പമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു സാംസ്കാരിക ബോധം വേണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ, സംസ്ഥാനക്കാർക്ക് ഒരുപാട് സാധ്യതകളുള്ളതല്ലേ. അതിന് ഈ വൃത്തികളെ കാണിക്കുന്ന ഒരു MP ഇല്ലേ? ഇവിടെ നിന്ന് മുമ്പ് MLA ഉണ്ടായിരുന്നില്ലേ? നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നില്ലേ? മര്യാദയ്ക്ക് ആഞ്ഞു പിടിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളിടത്ത് പിടിച്ചെടുക്കാനും തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ 2ാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയില്ലേ? അപ്പോഴാണ് തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് KJPക്കാർ പോട്ടന്മാർ. എന്ത് പറയാ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. വീരപ്പൻ ഒരുപാട് മനുഷ്യരെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ള വീരപ്പൻ ചിലരെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ ഗുണ്ടാസംഘങ്ങളിൽപ്പെട്ടവരും അവർ കുറേ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അവരുടെ നാട്ടിൽ പലർക്കും പുറത്തുനിന്ന് പരിപാടി നടന്നില്ല. ഇപ്പം അടുത്ത ദിവസം എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു വലിയ മയക്കുമരുന്ന് റാക്കറ്റിലെ ലീഡ് ചെയ്യുന്ന ഒരാളെ പിടിച്ചത്. ക്രിപ്റ്റോ കറൻസി മുഖേന ഇടപാട് നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കിയത്. നാട്ടിലെല്ലാവരുടെ അടുത്തും നല്ലവനായിരുന്നു. ഒരുപാട് സ്വത്തുണ്ടാക്കി കൂട്ടി. പിടിച്ച് പാകത്ത് റിമാൻഡില്ല. ഈ വിവരം പുറത്തു വരുന്നവരെ അവൻ നാട്ടിൽ നല്ലവനാ.
ദേവൻ കരുതിയ ദിലീപിനെയൊക്കെ ഒന്ന് പിന്നെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ക്യാൻവാസ് ചെയ്തിട്ട് കുറേ വോട്ട് പിടിച്ച് കൊടുക്കുന്നതായിരുന്നു പ്രസിഡന്റ് ആവാൻ. നടന്നില്ല, ശതമാനം വിജയിച്ചു. അതാണ്ടായത്. മാതിരി നാറികളൊക്കെ നാണല്ലേ എന്നുള്ളത് ആലോചിക്കുന്നത്. അതേപോലെ ശ്വേതാമേനോൻ വ്യക്തിപരമായി ഉഷ എന്ന് പറയുന്ന നടി, എനിക്ക് ഉഷയെ അറിയും കൂടിയില്ല. അവർ ഏത് സിനിമയിൽ അഭിനയിച്ചെന്ന് അറിയില്ല. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ട് എന്നുള്ള സിനിമയിൽ 14 വയസ്സിൽ, ഇപ്പോൾ അവർക്ക് 55 വയസ്സുണ്ട്, 14 വയസ്സിൽ ബാലതാരമായിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നു. ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പപ്പയാണ് ആ സിനിമ കാണാൻ വേണ്ടി കൊണ്ടത്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എനിക്ക് അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 1000 കണ്ണും 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നുള്ള പാട്ടൊക്കെ അതിൽ KP ഉമ്മറുണ്ട്. നദിയ മൊയ്തു ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. മോഹൻലാലാണ് നായകൻ. ആ പിന്നെ കിളിയെ കിളിയെ എന്നുള്ളത് എന്താണ് മൊഴിയെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ളതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. പക്ഷേ ഇവരതിലേത് റോളിലാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് ഉഷ അറിയും കൂടിയില്ല. ഈ സാധനത്തിനെ പിന്നെ ഞാൻ ആക്ട്രസ് ഉഷ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ വിക്കിയിൽ പോയിട്ടാണ് എടുത്തത്. അവർ പറയുകയാണ് മാധ്യമങ്ങളെടുത്ത്, ഇപ്പം കൊടുത്തല്ല, 2 ആഴ്ച മുമ്പ് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ എന്നായിരുന്നു റെഫർ ചെയ്യുന്നത്. അതിൽ മീഡിയയുടെ പറയുക 1,500 പിന്നെ ആൾക്കാർ വോട്ടർമാരുണ്ട്. അതിൽ പകുതിയോളം പേര് സ്ത്രീകളാണ്. 500 പേരാണ് ഞങ്ങളെ അമ്മയിൽ അംഗങ്ങൾ. 500-ലധികം പേരുണ്ട്. അവരെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അങ്ങനെ ബുദ്ധിയുള്ള നടീനടന്മാർ തിരഞ്ഞെടുത്തു ഉഷ എതിർത്ത ശ്വേതാമേനോനെ. ഉഷ എതിർത്ത കുക്കു പരമേശ്വരനെ വളരെ മോശമായിട്ട് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ശ്വേതാമേനോൻ ഇവരോട് പറഞ്ഞത്രേ, ഇടവേള ബാബു ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വലിയ ക്ഷീണവും ആകും, ഇടവേള ബാബുവിനെ പോലെയുള്ളവരെ കൊണ്ടുവരണമെന്ന്. ഇടവേള ബാബു നല്ലൊരു ഓഫീസ് ബെയറായിട്ട്, നല്ല സംഘാടകനായിട്ട്, ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ സ്ഥാനത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെന്റ് പിന്നെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും, മോഹൻലാൽ പിന്നെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും, മമ്മൂട്ടി പിന്നെ ഇതിൻ്റെ തലപ്പത്ത് കീപ്പ് പോസ്റ്റിൽ നിൽക്കുമ്പോഴും ഒക്കെ ഇടവേള ബാബുവിനെ അവർ ഡിപ്പെൻഡ് ചെയ്തത്. കാര്യങ്ങൾ കൃത്യമായി ഡേ ടു ഡേ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യാനും അത് കൈകാര്യം ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനും പിന്നെ അതിനെ പിന്നെ നേതൃത്വം കൊടുക്കാനുമുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇടവേള ബാബുവിനെ അവർ പിന്നെ സെലക്ട് ചെയ്തത്. അതിന് പ്രത്യേക ശേഷി വേണം, സംഘാടക ശേഷി വേണം. അതെല്ലാവർക്കും കിട്ടില്ല. ആ നേതൃത്വ ശേഷിയിലെ ഗുണം അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ശ്വേതാമേനോൻ പറഞ്ഞത് ഇടവേള ബാബു ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും എന്ന് പറഞ്ഞതിനകത്ത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പിന്നെ ശ്വേതാമേനോനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലല്ലേ ഇവർ പറയണേ. ശ്വേത ഒരിക്കലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല. എന്നിട്ടോ അതിനേക്കാൾ വലിയ ആരോപണം നേരിടുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് പണ്ട് ജയിലിൽ കിടന്നിട്ടുള്ള, കോളേജിൽ പഠിക്കുമ്പോൾ ജയിലിൽ കിടന്നിട്ടുള്ള, അതേപോലെ തന്നെ കാസ്റ്റിംഗ് പിന്നെ കൗച്ച് ആരോപണം വന്നിട്ടുള്ള, മീട്ടു ആരോപണത്തിൽപ്പെട്ടിട്ടുള്ള ബാബുരാജിന് വേണ്ടിയിട്ട് ഇവിടെ വാദിക്കുക. ബാബുരാജാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടു നടക്കണമെന്ന് മനസ്സിലായല്ലോ. ബാബുരാജിന് വേണ്ടിയിട്ടുള്ള കളിയാണ് കളിച്ചത്. ബാബുരാജിന് വേണ്ടി അവസാനം സ്ഥാനാർത്ഥിത്വം പിടിക്കേണ്ടി വന്നു, അതിൽ നിന്ന് മാറിക്കേണ്ടി വന്നു. ബാബുരാജിന് വേണ്ടിയിട്ടുള്ള ലോബിങ് നടത്തിയത്. ബാബുരാജ് വരുമ്പോൾ ബാക്കിയുള്ളവരൊന്നും ഒന്നിനും കൊള്ളില്ല. നേത് മമ്മൂട്ടിനെയും മോഹൻലാലിനെയും ഇന്നസെന്റിനെയും ഇവരെയൊന്നും ഒന്നിനും കൊള്ളില്ല. ഞാൻ വന്നപ്പോഴാണ് അവർക്ക് ഫണ്ട് ഉണ്ടാക്കിയത്. മമ്മൂട്ടി മോഹൻലാൽ തന്നെ ഇതിൻ്റെ ബാക്ക് ബോൺ. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ 4 പേരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പൈസ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കൈനീട്ടം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ചാരിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇപ്പോൾ അവസരങ്ങളൊന്നും ഇല്ലാത്ത, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന മുൻകാല നടീതടന്മാരെ സംരക്ഷിക്കുന്ന അങ്ങനെയാണ്. അവിടെയൊക്കെ ബാബുരാജ് 8 കാലി ഒന്നിഞ്ഞ് കളിക്കുക. ഉഷ അവനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇതിന് അമ്മ തകർന്നു കിടന്ന അമ്മയെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് ബാബുരാജ്. ഇവളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. കാരണം ഇവളെ പൊക്കിയപ്പോൾ ഇവളെക്കാൾ തടിയുള്ളവരെയും എടുത്താൽ പൊങ്ങാവുന്ന ആരോഗ്യമൊക്കെ ഉണ്ട്. കോരി എടുത്തുകൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന ശേഷിയൊക്കെ ഉള്ള ആളാണ് ബാബുരാജ് ഫിസിക്കലി. വാണി വിശ്വനാഥിനെയാണ് കല്യാണം കഴിച്ചത്. ഒരു കാലത്ത് തെലുങ്ക് സിനിമയിൽ നന്നായിട്ട് കത്തുന്നിരുന്ന ആളാണ് വാണി വിശ്വനാഥ്. മലയാളത്തിൽ അവസാനം അഭിനയിച്ചതൊക്കെ ഇങ്ങിലോ മറ്റുമാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കൃത്യമായിട്ട് ഐ ഡോണ്ട് റിമെമ്പർ. ഷാജി കൈലാസിൻ്റെ അതിലായിരുന്നു എനിക്ക് തോന്നണേ. മമ്മൂട്ടിയും പിന്നെ ലാലും ഒക്കെ ഇതിൽ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി ഇതിലെ തുടക്കത്തിൽ തൊട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഗണേഷ് കുമാർ എടുത്തിട്ടുണ്ട്. വർഷങ്ങളോളം ഇതിനെ കൊണ്ടുനടന്നത് ഇന്നസെൻ്റാണ് കൊണ്ടുനടന്നത്. പിന്നെ ഉഷ അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിത്രേ. അതിൽ കുറേ പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു, 150 പേര്. അമ്മയുടെ പെൺമക്കൾ ഏത് ഈ സംഘടനയ്ക്കകത്ത് ഉർവശിയുണ്ട്,
കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യരുണ്ട്. ഇവളെന്താ വെച്ചാൽ അതിൻ്റെ ആളാവാൻ നിൽക്കുക. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ വകയിലെ പെങ്ങളായിട്ട് വരും. ബാബുരാജിനും ഇവളും തമ്മിൽ യോജിച്ചു പോകും. പെങ്ങളായിട്ടല്ല, വേറെന്തോ ആയിട്ട് വരും. അങ്ങനെയാണ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്നുള്ള പുരുഷ കഥാപാത്രമാണ് പിന്നെ ഈ നമ്മുടെ വൈക്കം ബഷീറിൻ്റെ കഥയിലെ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. കൂട്ടത്തിന് നമ്മളെ സജി ചെറിയാൻ പറഞ്ഞത് അതിനേക്കാൾ രസം. സജി ചെറിയാൻ പറഞ്ഞത് സ്ത്രീകൾ പ്രധാനപ്പെട്ട പോസ്റ്റിൽ വന്നത് വിപ്ലവകരമായ തീരുമാനമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റേത് പറയുന്നത് ദിലീപിനെ നമ്മൾ ഒരു കാലത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. സജി ചെറിയാൻ പറഞ്ഞത് അത് മാധ്യമത്തിൽ വന്നിട്ടുള്ളതാണ്. ഇത്രയും കാലം പുരുഷന്മാർ ഭരിച്ചു, ഇനി സ്ത്രീ ഭരണം വരട്ടെ. അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വന്നത് മാറ്റത്തിൻ്റെ തുടക്കം. സജി ചെറിയാൻ ഉൾപ്പെടുന്ന പാർട്ടിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വരെ അതിൻ്റെ ഒരു പൊളിറ്റ് ബ്യൂറോയിൽ ഒരു വൃന്ദാക്കാരായിട്ട് വരുന്നത് ആ പാർട്ടിയിൽ ഉപയോഗിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ സുഭാഷ് ഞാനി വന്നത്. ഓക്കെ, ആ പാർട്ടിയുടെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയിട്ട് ഇന്ന് വരെ ഒരു വനിത വന്നിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടില്ല. ഒരൊറ്റ ജില്ലാ സെക്രട്ടറിമാരായിട്ട് വന്നിട്ടുള്ള ഒരു വനിത. കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടൊരു വനിത വന്നിട്ടില്ല. സുശീല ഗോപാൽ ഉണ്ടായിരുന്നു, KR ഗൗരിയമ്മ ഉണ്ടായിരുന്നു, ശൈലജ ടീച്ചർക്ക് ആവാമായിരുന്നു. സെക്കൻഡ് ടൈമിൽ മന്ത്രിസ്ഥാനം പോലും കൊടുത്തില്ല. എന്നിട്ട് വടകരയിൽ കൊണ്ടിട്ട് തോപ്പിച്ചു ഇമേജ് കളയാൻ വേണ്ടിയിട്ട്. സജി ചെറിയാൻ ആദ്യം അവനോട് പാർട്ടിക്കകത്ത് സ്ത്രീകൾക്ക് പിന്നെ തലപ്പത്ത് വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ആലോചിക്കട്ടെ, എന്നിട്ടല്ലേ ചലച്ചിത്ര താര സംഘടനകളെ കുറിച്ച് ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ എണ്ണുണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വായി തോന്നുന്ന വർത്താനം പറയുന്നത്. എന്തായിരുന്നാലും ഉഷയുടെ ചൊറിച്ചിലിൻ്റെ കഥ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഉഷയും മറ്റേ മാർട്ടിനും കീർത്തനും ഒക്കെ എന്നൊക്കെ പറഞ്ഞു വരുന്നത് അത് പിന്നെ പൾസർ സുനി എന്തായിരുന്നോ ദിലീപിന്, അതേപോലെ തന്നെയാണ് ഈ മാർട്ടിനും ഉഷയൊക്കെ ബാബുരാജിനും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നാലും ഇവരുടെ എല്ലാവരും ഒപ്പം ഇങ്ങനെ മട്ടിമറിച്ചുകൊണ്ട് ഉഷ പറഞ്ഞല്ലോ, അമ്മയിലെ 500ഓളം വരുന്ന അംഗങ്ങൾ ബുദ്ധിയുള്ളവരാണ്, അവർക്കറിയാം ആരെ തിരഞ്ഞെടുക്കണം ആരെ ഒഴിവാക്കണം എന്നുള്ളത്. കുക്കും ശ്വേതയും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അമ്മയുടെ പെൺമക്കൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയോ, ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അവള്. എന്തായാലും കാരണത്തടി കിട്ടിയാൽ മതിയല്ലോ. ഏതെങ്കിലും സിനിമയിൽ കാണുന്നുണ്ടോ ഉഷയ്ക്കൊക്കെ? നല്ല കഴിവുള്ള നടിയാണെന്നുണ്ടെങ്കിൽ വരില്ലേ ഏത് ലോബിങ് ഉണ്ടെങ്കിലും. ദിലീപ് സർവ്വപ്രതാപകാലിയായി നിൽക്കുമ്പോൾ മഞ്ജു വാര്യര് പിന്നെ മറ്റേ സിനിമയിൽ കൂടി കടന്നു വന്നത് ആൻഡ് ജസ്റ്റ് ഹൗ ഓൾഡ് ആർ യു എന്നുള്ള സിനിമയിൽ കൂടെ തിരിച്ചു വരുന്നത് അതിഗംഭീരമായ തിരിച്ചു വരവല്ലേ വന്നേ. പ്രതിഭയുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ തെരഞ്ഞു വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് പിന്നെ ഉണ്ടാവില്ല അവർക്ക്. ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇനി എന്തായാലും ഞാൻ വിശ്വസിക്കുന്നു പാർവതി തിരുവോത്തൊക്കെ ഉൾപ്പെടെയുള്ളവർ ചലച്ചിത്ര രംഗത്ത് ഒന്നുകൂടി ആക്റ്റീവായിട്ട് വരും. അവരൊരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഏരിയയാണ്. അവരുൾപ്പെടെയുള്ളവർ വരും. കാരണം അവരൊന്നും ഉഷേൻ്റെ മാതിരിയല്ല. ഉഷ ഏതെങ്കിലും സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പറ്റുമോ? സഹനടിമാരായിട്ട് അഭിനയിച്ചിട്ടുള്ള KP ലളിതയും കവിയൂർ പൊന്നമ്മയും ബാക്കിയുള്ളവരെയൊക്കെ നമ്മളെല്ലാം ഓർത്തിരിക്കുന്നില്ലേ? ഈവൻ ഫിലോമിനെ വരെ അവർ ചെയ്ത റോളുകൾ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സഹനടന്മാരായിട്ട് നായകനായിട്ട് അഭിനയിക്കാതെ സഹനടന്മാരായിട്ടും വില്ലന്മാരുമായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള തിലകനെയും NF വർഗീസിനെയും ഒക്കെ മലയാളി ഏതെങ്കിലും കാലത്ത് മറക്കുമോ അവരുടെ അഭിനയശേഷി? ഇവളെന്തോ ഓർത്തിരിക്കാത്തത്? അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണ്. കഴിവുള്ള സ്ത്രീകളോട് ഒന്നിനും കഴിവില്ലാതെ എവിടെ എത്തിപ്പെടാതെ പോയ ഉഷയ്ക്കുള്ള ഒരു കൊതിക്കറിവ് എന്നുള്ളതിനപ്പുറത്ത് കാണുന്നില്ല. അതിൻ്റെ കൂടെ ബാബുരാജുമായിട്ടുള്ളത് വിഹിതമോ അല്ലാത്തതോ എന്തോ ഏത് രീതിയിലുള്ള ബന്ധമാണെന്നൊന്നും എനിക്കറിയില്ല. ആ ബന്ധത്തിൻ്റെ പുറത്ത് അയാളുടെ നാവായിട്ട് നിന്നതാണെന്ന് കൂടി മനസ്സിലാക്കുന്നത്. 19 വയസ്സായി അമ്മച്ചി. ഇനി ഈ കുശുമ്പും കുന്നായ്മയൊക്കെ ഒഴിവാക്കിയിട്ട് ഇമാതിരി ആരുടെയെങ്കിലുമൊക്കെ കയ്യിലെ ഒരു ടൂളായിട്ട് പിന്നെ പോകേണ്ടുന്ന ആ അസുഖങ്ങൾക്കൊക്കെ വേറെ എന്തെങ്കിലും ചികിത്സ കണ്ടെത്തിയിട്ട് അല്ല കൗൺസിലറെ കണ്ടാൽ മതി. എന്നിട്ട് ഫാമിലി ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ഇടവേള ബാബുവിനെ കുറിച്ച് ചേതാമേനോൻ പറഞ്ഞതിൽ ചോദിച്ചില്ല. ഇടവേള ബാബു ഒരു മികച്ച താരമാണെന്നുള്ള അഭിപ്രായത്തിലൊന്നല്ല ഞാൻ പറഞ്ഞത്. അയാൾ ഇതുവരെ ഹീറോ ആയിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല, ഒന്നുമില്ല. പല സിനിമകളിലും മോഹം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അയാളൊരു ഓർഗനൈസറാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റിംഗ് പിന്നെ കപ്പാസിറ്റി ഉണ്ട്, മാനേജ് ചെയ്യാൻ അറിയാം എന്നുള്ളത് മാത്രമാണ്. അയാളാരും പൈസ കെട്ടിച്ചായിട്ട് കേസില്ല. അയാൾ ജയിലിൽ പോയി കിടന്നിട്ടില്ല. പിന്നെ ദേവം പറയണത് പോലെ ഏതെങ്കിലും കേസിനകത്ത് പിന്നെ എത്രയോ 8 വർഷമായിട്ടത് 8 വർഷം ആയിട്ടും അയാളുടെ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല എന്ന് പറയണേ. എടോ കേസുകൾ 10-15 വർഷം പോണില്ലേ? എന്നാൽ ഇവൻ വക്കീലിനെ ഒക്കെ ആയിരുന്നോ പോരെ? വക്കീലിനെ വെച്ചോട്ടെ.
പ്രാഥമിക കോടതിയിൽ കേസ് നടക്കുമ്പോൾ പിന്നെ ഇവൻ മറ്റേ ഏജൻസി അന്വേഷിക്കണം, ഇപ്പുറത്തെ ഏജൻസി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേസിന്റെ തുടർവാദങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വലിച്ചു നീട്ടാൻ നോക്കിയിട്ടുള്ളത് ആരാ? ദിലീപല്ലേ നോക്കിയിട്ടില്ലേ? 1-2 ദിവസമൊന്നുമല്ല, 2.25 മാസം ജയിലിൽ കിടന്നത്. കാഷ്ടിച്ച് ഭാഗ്യത്തിന് കുറ്റപത്രം സമർപ്പിക്കാനുള്ളൊരു പിന്നെ 2-3 ദിവസത്തെ കാലതാമസം വന്നുകൊണ്ട് ജാമ്യം കിട്ടിയതാണ്. ഇല്ലെങ്കിൽ വിചാരണ തടവുകാരനായിട്ട് വിധി വരുന്നിടം വരെ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക അതേവൻ. അവൻ BJPയുടെ നേതാവാണ്, സ്വന്തമായിട്ട് മാറ്റി ഉണ്ടാക്കി പിന്നെ BJP പോയി ചേർന്നു. BJPയുടെ ആളാണ്, പേട്ടറും BJPയുടെ ജൈവുള്ള ആളാണ്. അപ്പൊ ഇവിടെ തോറ്റത് ഈ പിന്നെ അമ്മയിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റത് ഒന്ന് BJP തോറ്റു, പിന്നെ അനൂപ് ചന്ദ്രൻ ഒരു വായി നോക്കി അന്തം തനി കമ്മിയാ വിനായകന്റെ മാല തന്നെ. ചെങ്കൊടിയും പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാണക്കേടാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇവരൊക്കെ ചെങ്കൊടി പിടിച്ച് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആട്ടിയടിച്ച് വിടണം നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ. BJPക്കാർ ദേവരേക്ക് എടുത്ത് പുറത്തു കളയണം. പിന്നെ അനൂപ് ചന്ദ്രനും ഈ രവീന്ദ്രൻ എന്ന് പറയുന്നവർക്ക് എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണം, എല്ലാ തെരഞ്ഞെടുപ്പിലും തോക്കണം. ഏറ്റവും കൂടുതൽ അമ്മയുടെ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിച്ച് പരാജയപ്പെട്ടവർ എന്ന രീതിയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അതേപോലെ തന്നെ ഗിന്നസ് ബുക്കിലും പേര് വരാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് രവീന്ദ്രൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമ നമുക്കറിയോ? കണ്ടാൽ തന്നെ വല്ല എന്തൊരു കോമാളി, അല്ലെങ്കിൽ വല്ല ഈ ജാലവിദ്യക്കാരൻ്റെ ഒക്കെ വേഷം കെട്ടിക്കുന്ന നടക്കണതാണ് ചിലപ്പോൾ. അങ്ങനത്തെ രൂപഭാവങ്ങളാണ്. അനൂപ് ചന്ദ്രനും അങ്ങനെ ഒരു ഒന്നോളാണ്. എന്തെങ്കിലും ആൾക്കാർ വോട്ട് ചെയ്യാത്ത അവർക്കറിയാം, ബാക്കിയുള്ളവർക്കറിയാം മരുമണ്ണകളാണ്, ഒന്നിനും പറ്റില്ല എന്നുള്ളത്, കിളിപോയ ടീമാണെന്നുള്ളത്. അവർക്ക് മത്സരിക്കാൻ ജയിക്കുക. അങ്ങനെയുണ്ട്. ഏതൊരു തമിഴ്നാട്ടുകാരുണ്ട്, നാട്ടിലുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പിന്നെ തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ എല്ലായിടത്തും പോയിട്ട് മത്സരിക്കും. കയ്യിലെ പൈസ കെട്ടിവെക്കാനുള്ള പൈസ ഇഷ്ടംപോലെ കാശുണ്ട്, അത് കൊടുത്താലും ശരി. പുള്ളിക്ക് ആഗ്രഹമുള്ളത് ഗിന്നസ് ബുക്കിൽ പേര് വരണം എന്നുള്ളതാണ്. അല്ലാതെ സാറും ജയിക്കില്ല എന്നുള്ളത് അറിയാം, 100 വോട്ട് പോലും കിട്ടില്ല എന്നറിയാം. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. എന്തായിരുന്നാലും അമ്മ എന്ന സംഘടനയുടെ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാകട്ടെ ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയും, ജോയ് മാത്യു, അതേപോലെ തന്നെ ജയൻ ചേർത്തല, അതുപോലെ പിന്നെ ശ്വേതാമേനോൻ വളരെ മാന്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുള്ളത്. അവിടെ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിട്ടുള്ള ജഗദീഷ് പോലും മാന്യമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇമാതിരി ഊളകളൊക്കെ എടുത്തിട്ട് അമ്മയുടെ മെമ്പർഷിപ്പ് നിർത്തി ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും സുപ്രഭാതം.